ഞാൻ സാജൻ, ചക്കരമ്മ സാജൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടിനി ടോം നസീർ സാറിനെ പറ്റി പറഞ്ഞത് കുറച്ച് അധികമായി പോയി എന്ന് പലരും പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ശരിയായിരുന്നു, ഒരുപാട് പേര് വളരെ വിഷമത്തോട് പറഞ്ഞു നസീർ സാറിനെ കുറിച്ച് ടിനി ടോം അനവസരത്തിൽ പറഞ്ഞത് ആവശ്യമില്ലായിരുന്നു എന്ന രീതിയിൽ പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബിൽ അത് പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോ അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നു. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാർക്കിടാനായിട്ട് ചാനലിലൊക്കെ വന്നിരിക്കുമ്പോഴേ ചില ഫലിതങ്ങൾ കണ്ടിട്ട് പുള്ളി കുട്ടികളെ പോലെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ടിനി ടോം അങ്ങനെ ഒരു ശരീരം കണ്ടിട്ടുണ്ടല്ലോ, ഒരു നിർദോഷമായ ശരിയാണ്. നമ്മുടെ അജയനില്ലേ, പക്രു, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത ആളാണ്. പ്രതിപക്ഷ ബഹുമാനത്തോടെ പുള്ളി സംസാരിക്കാറുള്ളത്. ഇവിടെ അന്ന് ആരോ എന്തോ പറഞ്ഞത് കേട്ട് പുള്ളി പറയുകയായിരുന്നു, നസീർ സാറിന്റെ അവസാന കാലത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ട് ബഹദൂർ സാറിന്റെ വീട്ടിലും ഫാസ സാറിന്റെ വീട്ടിൽ പോയിട്ട് കരയുമായിരുന്നു. അത് അദ്ദേഹം ഒന്ന് അന്വേഷിക്കണമായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തെല്ലാം ആൾക്കാർ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞ് പരത്തുന്ന നോക്കണം. മീഡിയയിൽ ആൾക്കാർ പലതരം ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സിനിമയിൽ അല്ലാത്തൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, പല പല അസുഖങ്ങൾക്ക് ഡയബറ്റിക് ഉള്ളവർ ഇന്ന ഇല കഴിച്ചാൽ ശരിയാവും, അല്ലെ കിഡ്നി ട്രബിൾ ഉള്ളവർ ഇന്നത് കഴിക്കണം, അത് അല്ലെങ്കിൽ ഇന്ന ഇലകൾ സൂക്ഷിച്ചു വെക്കണം, മുട്ടുവേദന മാറ്റാൻ ആടലോടത്തിന്റെ ഇല ചൂടാക്കി മുക്കി പിടിക്കണം എന്നൊക്കെ ആൾക്കാരോട് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, പഴയ കാലത്ത് വൈദ്യശാസ്ത്രം ആധുനിക ശാസ്ത്രം ഇത്ര പുരോഗമിക്കാത്ത കാലത്ത് നമ്മുടെ കയ്യിലോ കാലിലോ മുറിവ് പറ്റിയാൽ ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച അങ്ങനെ സാധനം നമ്മൾ പിഴിഞ്ഞ് പുരട്ടി മാറ്റമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ആധികാരികമല്ലാത്ത, ശരിക്കും മെഡിക്കലായിട്ട് പ്രൂവ് ചെയ്യാത്ത ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. അതിന്റെ ഭവിഷ്യത്ത് ഫലങ്ങൾ അനുഭവിച്ച ചിലർ എന്നോട് പറഞ്ഞു. അവർക്ക് ഇതെന്തോ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പൊക്കൊണ്ടിരുന്നപ്പോ എന്തെല്ലോ പറഞ്ഞിട്ട് പുള്ളി കഴിച്ചെന്നോ എന്തൊക്കെ ഇലകളുടെ പേരൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിക്കേണ്ട രീതി കഴിക്കണം. അത് ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞാൽ അവർ പറയുന്ന രീതി കഴിച്ചാൽ ഓക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തു പറയുന്നത്, ഇപ്പൊ സിനിമാ താരങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത ജൽപ്പനങ്ങളൊക്കെ ചില ആൾക്കാർ ഈ മീഡിയയിലൂടെ പറഞ്ഞു വിടുന്നുണ്ട്. അത് ശരിയല്ല. ഇതെന്തോ ഫഹദ് ഫാസിലും അദ്ദേഹത്തിന്റെ ഭാര്യ തമ്മിൽ പിണങ്ങിയെന്നോ തെറ്റിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് അല്പസമയം കണ്ട് വായിച്ചിട്ട് നമ്മളുടെ റേറ്റിംഗ് കൂട്ടാണ്? പാടില്ല, ഒരിക്കലും പാടില്ല. അങ്ങനെ ആരോ എന്തോ പറഞ്ഞത് കേട്ട് ടിനി ടോം പറഞ്ഞതാണെന്ന് അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ സത്യം പറഞ്ഞാൽ വളരെ സഹതാപം തോന്നും. നസീർ സാറിനെ കുറിച്ച് പറയാൻ ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല. അദ്ദേഹത്തിന്റെ 7,000 പോലും എത്താനുള്ള യോഗ്യത എനിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അത് പലരും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നാൽ പണ്ട് അദ്ദേഹം പറഞ്ഞ അത് മാത്രം കുത്തിപ്പൊക്കി. പിന്നെ ആരോ പറഞ്ഞത് മണിയമ്പിള്ള രാജുവാണോ എന്ന് ചോദിച്ചു. രാജു പറഞ്ഞ അവന് വട്ടാണെന്ന് പറഞ്ഞു, ഭ്രാന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നസീർ സാറിനെ പറ്റിയെന്ന് അങ്ങനെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ വെക്കില്ല. കാരണം നസീർ സാറിന്റെ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് ഞാൻ. ചിറയൻകീഴുകാരനായതുകൊണ്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീരമ പത്രത്തിൽ TH കോടമ്പുഴ എന്ന വ്യക്തിയോടൊപ്പം അനവധി തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചു, കാപ്പി കുടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ മമ്മീനെ വിളിക്കുന്നത് ഞങ്ങളൊക്കെ. കാരണം മമ്മി വിളമ്പിച്ചിരുന്ന ഇഡ്ഡലി സാമ്പാർ അതൊക്കെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പെരുമാറുന്ന പോലൊന്നും അല്ല ആ ഉമ്മ ഞങ്ങൾ ചെയ്യുന്നത്, മമ്മി കേട്ടോ. അത്ര സ്നേഹത്തോടെയാണ് അവിടുത്തെ എല്ലാ പെരുമാറ്റവും. ഷാനവാസൊക്കെ സത്യം പറഞ്ഞാല് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകന്റെ രീതിയിലൊന്നും അല്ല ഷാനവാസിന്റെ പെരുമാറ്റമൊന്നും. സാധാരണ ഒരു പയ്യനെ പോലെ. അദ്ദേഹം അവിടുത്തെ റോയപ്പെട്ട ന്യൂ കോളേജിലാണ് പഠിച്ചത്, ഡിഗ്രി. പലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ കോളേജിൽ പോകുന്ന കാണാം. സമയത്ത് പോയില്ലെങ്കിൽ സാറ് വഴക്ക് പറയും. സാറ് ആകെ കൂടി വഴക്ക് പറയുന്ന ഒരേ ഒരു വ്യക്തി നവാസിനോടാണ്, ഷാനവാസിനോട്, മകനോട്. കാരണം മകൻ ഒത്തിരി കുസൃതിയാണ്. ഞാൻ ഈയിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. ഷാനവാസിന്റെ എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂർക്കാരൻ, തലശ്ശേരിക്കാരൻ മമ്മൂട്ടി ഉണ്ട്, അദ്ദേഹം കൂടെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു, കുറെ ഫോട്ടോ ഒക്കെ എടുത്തു, സംസാരിച്ചു.
അപ്പോൾ അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഒന്നുകൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഷമീർ പറഞ്ഞു ഇപ്പോൾ വരണ്ട, കാരണം ഡാഡി വിശ്രമത്തിലാണ്, അതുകൊണ്ട് അങ്കിളുടെ കണ്ണൂരിൽ നിന്നൊക്കെ വന്ന് വീണ്ടും വന്നിട്ട് അന്നേരം ഡാഡി അന്നേരം റെസ്റ്റിലാണെങ്കിൽ പിന്നെ ശരിയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോകും. അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളാണ്, 2 മിടുക്കന്മാരാണ്. ഈ ഷമീർ മ്യൂസിക്കൽ ആൽബമൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനാണ്, മിടുക്കനാണ് 2 പേരും. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും ഷാനവാസിൻ്റെ വൈഫും നല്ല സ്വീകരണമായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത്. അങ്ങനെയുള്ള ഒരു കുടുംബമാണെന്ന് പറയുകയാണ്. കാരണം നസീർ സാറിനെ പറ്റി പറഞ്ഞാൽ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവിടെ വള്ളൂർ കോട്ടത്തിനടുത്തൊരു സ്ഥലം പുള്ളി വാങ്ങിയിരുന്നു. അന്ന് എന്തോ 20 ലക്ഷമോ മറ്റോ ആണ് ആ സ്ഥലം. ഇപ്പോഴത്തെ 100 കോടിക്ക് മുകളിൽ പോകും. അതിന് പുള്ളിക്കാരന് എഴുതി പൈസയും കൊടുത്ത് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് വാങ്ങിയ ആ ഓണർ തിരിച്ചു വിളിച്ചു, എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് 4 പെൺമക്കളാണ്, ആകെയുള്ള സ്വത്ത് ഇതാണ്, ഇതിൽ കൂടുതൽ ഓഫർ എനിക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം വിൽക്കണ്ട എന്നാണ് മക്കൾ പറയുന്നത്. അപ്പോൾ നസീർ സാറ് ചിരിച്ചു. സാറ് പറഞ്ഞു, ഓക്കെ, നല്ലത്, അതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾ തന്ന തുക മാത്രം തിരിച്ചു തന്നാൽ മതി, എഗ്രിമെന്റ് ഞാൻ തിരിച്ചു തരാം. അത്ര മഹാമനസ്കരാണ് സാറ് കേട്ടോ. കാരണം ആരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല, പണ്ടേ ഇല്ല. അല്ലെ അതല്ല, അദ്ദേഹം ഓരോ മാസവും ചെക്കുകൾ അയക്കുന്നതിന് അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ കവിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ശമ്പളവും കൊടുത്ത് മാസാമാസം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് പണം അയച്ചു കൊടുക്കുക, അത് മാസാമാസം. അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ സായികുമാർ പുള്ളി പറയാണ്, മരിക്കുന്നതിന് ഏതാനും കാലത്തിന് മുമ്പ് വരെ മാസാമാസം 100 രൂപ അയക്കും അത്രേ. എന്തിനാണെന്ന് അറിയില്ല. ഈ തിരക്കിനിടയിൽ സാർ അയക്കുമായിരുന്നു. അങ്ങനത്തെ ആളാണ് നസീർ സാർ. പിന്നെ നസീർ സാറിനെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ, അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ആക്കോട് ഷാഹുൽ ഹമീദ് എന്നാണ് അദ്ദേഹത്തിന്റെ വാപ്പാടെ പേര്, ഉമ്മയുടെ പേര് അസുമ ബീബി. 2 മക്കളാണ് അതിലുണ്ടായിരുന്നത്, ഒന്ന് അബ്ദുൽ ഖാദർ, ഒന്ന് അബ്ദുൽ വഹാബ്. പിൽക്കാലത്ത് പ്രേം നസീർ, പ്രേം നവാസ് എന്ന പേരിലായി അറിയപ്പെട്ടു. കാരണം നവാസ് സാറായിരുന്നു ആദ്യം സിനിമയിലേക്ക് പോയത്. ചങ്ങനാശ്ശേരി SB കോളേജിലും പിന്നെ ആലപ്പുഴ SB കോളേജിലൊക്കെയാണ് നസീർ സാറ് ഡിഗ്രി പൂർത്തിയാക്കിയത്. അന്ന് തന്നെ പുള്ളിക്കാരനെ ഈ മർച്ചന്റ് ഓഫ് വെനീസ് എന്നുള്ള നാടകങ്ങളും ഷൈലോക്കായിട്ടും ഒക്കെ അഭിനയിക്കും. അദ്ദേഹത്തിന്റെ അധ്യാപകർക്കൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. ഇപ്പോഴും ആലപ്പുഴ SB കോളേജിൽ അദ്ദേഹം താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ പ്രേം നസീറിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് വേണ്ടി ആ റൂം ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അദ്ദേഹം നല്ല നടനായിരുന്നു, നാടകമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. അതിനു മുമ്പ് തന്നെ നവാസ് സിനിമയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കലാകാരനായിരുന്നു. ചിറയൻകീഴ് ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണല്ലോ ചിറയൻകീഴ്. നമ്മുടെ ഭരത് ഗോപി, ശങ്കരപ്പിള്ള സാർ നാടക ആചാര്യൻ, പിന്നെ GK പിള്ള, ഇങ്ങനെ കുറെ, നസീർ സാർ, നവാസ് സാർ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ പൂവച്ചാക്കാവിലാണ് എനിക്ക് സ്ഥിരം പാട്ട് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ആക്കോട്ട് കുടുംബത്തിലെ, നസീർ സാറിന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയാണ്. അപ്പോൾ പൂവച്ചൽക്കാവിൽ മിക്കവാറും അവിടെ പോകുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ അവിടെ പോകും. നസീർ സാറുമായിട്ട് ഏറെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നത്, ചിറയൻകീഴിലുള്ള മിക്ക ആൾക്കാരെയും സാറിന് അറിയാം. അതെങ്ങനെയുണ്ട്, ഇവരെങ്ങനെയുണ്ട്, ഇപ്പൊ എന്ത് ചെയ്യുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാല്, വിട പറയും മുമ്പ് എന്നൊരു സിനിമ, അത് പ്രൊഡ്യൂസ് ചെയ്തത് ഇന്നസെന്റും ഡേവിഡ് കാച്ചപ്പള്ളിയാണ്. ഇവരെ ഇരിഞ്ഞാലക്കുളക്കാരാണ്. മോഹൻ അദ്ദേഹം മൈസൂരിലോ മറ്റോ തീപ്പെട്ടി കമ്പനി ഇന്നസെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മദ്രാസിൽ എത്തിക്കഴിഞ്ഞു. അന്ന് മോഹൻ താമസിച്ചിരുന്ന ഉമ്മാലോണ്ടില കോടമ്പക്കത്ത്. ഒരു ദിവസം പുള്ളിക്കാരനെ സിനിമയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് കയ്യിൽ പൈസയൊന്നുമില്ല, ഇന്നസെന്റ് അവിടെ എത്തി. മോഹൻ പറഞ്ഞു തിരിച്ചു പോകാൻ പറഞ്ഞു, പക്ഷെ പോയില്ല. അങ്ങനെയൊക്കെയുള്ള ബന്ധമാണ് അവർ തമ്മിൽ. ഈ മോഹനെ വെച്ചിട്ടാണ് അവര്, മോഹൻ മധുസാറിന്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. അനുപമയാണ് മോഹന്റെ ഭാര്യ. ഒരു നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട് എറണാകുളത്ത്. ഞങ്ങൾ കഴിഞ്ഞൊരു മീറ്റിങ്ങിന് 80 മദ്രാസ് മെയിൽ എന്ന് ഭാഗ്യലക്ഷ്മിയും മേനകയും കൂടെ നടത്തുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3ാമത്തെ വർഷം ഞങ്ങളെല്ലാം മദ്രാസിലുള്ള കാലത്തുണ്ടായിരുന്ന ആൾക്കാരെ സമ്മേളിച്ചു. അന്നേരം ഞങ്ങൾ പരസ്പരം ഈ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. അപ്പൊ മോഹന്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഇന്നസെന്റ് എന്നോട് എന്ന് പറഞ്ഞിരുന്നു വെച്ചാൽ, ഇന്നസെന്റിന്റെ കുറെ സിനിമകളുണ്ടല്ലോ, എന്റെ കൂട്ടിനിളങ്ങളിലും ഒരു നോക്ക് കാണാനിലും അങ്ങനെ കുറെ സിനിമകളുണ്ട്. അദ്ദേഹം സരസനാണ്, എന്തും ലാഘവത്തോടെ കടന്ന, അദ്ദേഹത്തിന് ക്യാൻസറായിട്ട് പോലും
ക്യാൻസറിൻ്റെ അടുത്ത് പോയി മാറിക്കാൻ പറഞ്ഞ ആളാണ് പുള്ളി. അങ്ങനത്തെ ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വിട പറയും മുമ്പേ എന്നൊരു സിനിമ, അതിൽ പ്രധാന നായകൻ വേണുവാണ്. ആ വേണുവായിട്ട് പോലും നസീർ സാറിൻ്റെ പ്രധാന റോൾ കിട്ടിയാൽ ചെയ്താൽ കൊള്ളാമെന്ന് മോഹൻ്റെ ആഗ്രഹം. പക്ഷെ ഭരത് ഗോപിക്കും അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കഥാപാത്രമുണ്ട്. ഭരത് ഗോപിയേട്ടൻ അന്നൊന്നും ഈ സിനിമയിൽ സജീവമായിട്ട് ആയിട്ടില്ല. അതിൽ അദ്ദേഹം ഈ കൊമേഴ്സ്യൽ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഗോപിയേട്ടൻ. ഗോപിയേട്ടനെ കുറിച്ച് ക്ലാസ് ടൈപ്പാണ്. അപ്പോൾ ഏതായാലും നെടുമുടി വേണു ഭരത് ഗോപിയേട്ടനൊക്കെ വെച്ചിട്ട് പടം ഷൂട്ടിങ് നടക്കവേ നസീർ സാർ വന്നു. നസീർ സാർ വരുന്നത് അറിഞ്ഞപ്പോൾ ഗോപിയേട്ടന് അല്പം മുഖം ചുളിഞ്ഞു. കാരണം ഒരു കൊമേഴ്സ്യൽ ചിത്രത്തിലാണോ എന്നുള്ളത്. പക്ഷെ അതായിരുന്നില്ല. കഥ മുഴുവൻ മോഹൻ പറഞ്ഞു നല്ല ക്ലാസ് പടമാണ്, നല്ലൊരു പടമാണ്. അപ്പോൾ നസീർ സാറിന് സ്റ്റാർ വാല്യൂ ഉള്ളതുകൊണ്ട് ബിസിനസ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഇപ്പം നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുകയാണെങ്കിൽ പടത്തിന് ആദ്യ വേഷം കണ്ട് സൈനിങ് ആവും, നല്ല എമൗണ്ട് കിട്ടും, ലാഭം ഉറപ്പാണ്. പടം വിജയിക്കുന്നവരായാലും പിന്നത്തെ കാര്യം അന്നേരം ഉറപ്പാണ്. ആ കാലത്ത് നസീർ സാർ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നസെന്റും ഡേവിഡ് കാച്ചപ്പള്ളിയും തീരുമാനിച്ചു നസീർ സാർ കൂടെ അഭിനയിച്ചെന്നതായിരിക്കും. നസീർ സാർ പറഞ്ഞു, കഥ കേട്ട് ചോദിച്ചു, മോഹനാണ് പോയി കഥ പറഞ്ഞത് ഡയറക്ടർ. അപ്പോൾ ആ കാലത്ത് നസീർ സാറിന് തിരക്കാണ്. ഒരു ദിവസം 3 പടങ്ങളൊക്കെ അഭിനയിക്കുന്ന കാലഘട്ടമാണ്. ഒരു വർഷം 36-37 പടങ്ങൾ അഭിനയിക്കുന്ന കാലഘട്ടം. അപ്പോൾ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ മോഹൻ പറഞ്ഞു, സാറ് 11 ദിവസം. ആ കാലത്ത് 11 ദിവസം കിട്ടുക വെച്ചാൽ നസീർ സാറിൻ്റെ, ശശികുമാർ സാറിന് 3-4 ദിവസം മതി, എ വി രാജ് സാറിന് അത് മതി. അത് പറഞ്ഞു, ആവട്ടെ 11 അതിൽ കൂടുതൽ ചെയ്യാം, നല്ല കഥാപാത്രമല്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ പ്രസിദ്ധമായ ഭാഷ തിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ മതി. എന്നാ വെച്ചാൽ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ട് ഡേറ്റ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് പുള്ളി. അതൊക്കെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ സെറ്റിൽ ഗോപിയേട്ടൻ ഇരിക്കുമ്പോൾ നസീർ സാറിൻ്റെ വരും. നസീർ സാർ വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നസെന്റിനോട് പറഞ്ഞു അത്രേ. പിന്നെ അദ്ദേഹം വരുന്നു, എനിക്ക് പ്രത്യേകിച്ച് ആരോട് ബഹുമാനിക്കാനും അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനും എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വിഷമം തോന്നരുത് കേട്ടോ. അപ്പോൾ ഇന്നസെന്റിന് ഭയമായി. പക്ഷെ എന്തായാലും ഇവർ രണ്ടും ഒരുമിച്ച് അഭിനയിക്കേണ്ട പടമാണ്. ഗോപി ഇങ്ങനെയും നസീർ സാർ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? നസീർ സാർ വന്നോടനെ കണ്ടോടനെ ഗോപിയേട്ടനെ സ്ഥിര വലിയ പോലെ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞു. അങ്ങനെ മാറിക്കിടന്ന ഒരു ചെയർ എടുത്ത് നസീർ സാർ പ്രൊഡക്ഷൻ ബോയോട് പറയാതെ എടുത്ത് അടുത്ത് കൊണ്ട് ഇട്ടിട്ടിരുന്നിട്ട്, പിന്നെ ഗോപി, നമ്മുടെ അവിടുത്തെ ആ നാരായണൻ നായരില്ലേ, പുള്ളി ഇപ്പം എന്ത് ചെയ്യുന്നു? അപ്പൊ പുള്ളിക്കാരനൊന്ന് പെട്ടെന്ന് പറയും, നിങ്ങളുടെ ബന്ധുവല്ലേ അത്? അതെ. അദ്ദേഹം ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ IAS പഠിച്ചിട്ടിരുന്ന ആ കുട്ടിയില്ലേ, ആ കുട്ടി ഇപ്പൊ എവിടെയാണത്? ഇങ്ങനെ ഓരോരോ ചോദിച്ചപ്പം സത്യത്തിൽ ഗോപിയേട്ടൻ ഐസായി പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഗോപി, ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് എൻ്റെ വീട്ടിലാകാൻ പറ്റണമല്ലേ, ഉച്ചയ്ക്ക് ആദ്യത്തെ സന്ദർശനത്തിൽ പറയുകയാണ്. അപ്പോൾ ഗോപിയേട്ടൻ കൂടെ പഴുന്നല്ലായിപ്പോയി. എന്ത് പറയും? ഈ മുമ്പിലിരിക്കുന്ന ആൾ ആരാണ്? ഇദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ നസീർ സാർ ആരാണ്? സൂപ്പർ സ്റ്റാർ, മറ്റുള്ള ആൾക്കാരുടെ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും, താരജാടയുണ്ടോ എന്നൊക്കെ കരുതിയിരുന്ന ആള് നിഷ്പ്രഭമായി പോയെന്നാണ് ഇന്നസെന്റ് പറയുന്നത്. ഇന്നസെന്റ് ഇന്റർവ്യൂല് ഉണ്ടായിരുന്ന ഇടയ്ക്ക് എന്നെ കാണാതെ ഇന്നസെന്റ് കഥ കേൾക്കുന്നുണ്ട്, കാരണം കാണാതെ നസീർ സാറിനെ പറ്റി. ഏതായാലും ഉച്ചയ്ക്ക് ബ്രേക്കായി. നസീർ സാറിന്റെ വണ്ടി പോയി പെട്ടെന്ന് ഗോപിയേട്ടൻ ഇന്നസെന്റിനോട് ചോദിക്കുകയാണ്, അല്ല ഇന്നസെന്റ്, ഞാനേ ഈ ഡ്രസ്സ് മതി എനിക്ക്. അപ്പൊ ചോദിച്ചെന്ത്? അല്ല, നസീർ സാറിനെ ഉണ്ണാൻ ക്ഷണിച്ചിരിക്കുകയാണ്, അവിടെ പോകാൻ ഈ വേഷത്തിൽ പോയാൽ മതിയോ എന്ന് വരെ ആയത്. എന്നിട്ട് പറയും, ഇത്രയും നല്ലൊരു മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ, ആ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്താണ് കരുതിയിരുന്നത് എന്നാണ് ഭരത് ഗോപിയേട്ടൻ വരെ പറഞ്ഞത്. അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ നസീർ സാറിനെ കുറിച്ച് വാദോലോകം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അന്ന് എന്നോട് എൻ്റെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ചില ചെറുപ്പക്കാർ ഈ കാലത്ത് അവർ പറയുകയാണ്, സാർ അന്ന് പറഞ്ഞത് ഒന്നും പൂർത്തിയായില്ലല്ലോ, ഒന്ന് പൂർത്തിയാക്കണം. ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഈ പുള്ളിക്കാരൻ്റെ അനുസ്മരണ ദിനത്തിനോ, വർഷം 36 പുള്ളി മരിച്ചു കഴിഞ്ഞിട്ട്, എന്നിട്ട് ഇന്നും നിത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുകയല്ലേ. അദ്ദേഹം നാട്ടിൽ എന്ത് സംഭവങ്ങൾ ഞാനെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പം ഫാദർ വേറെ വിവാഹം കഴിച്ചു, അതിന് മക്കളുണ്ട്, എല്ലാവരെയും ഒരുപോലെ കാണുന്നത്. അതിലൊരു സഹോദരി പറഞ്ഞു, ഈ അടുത്ത കാലത്തും കാക്ക ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയിരുന്നു മരിക്കുന്നതിന് മുമ്പ്
എന്തോ നിയോഗം പോലെ. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് പഠിച്ചിരുന്നത് ആർക്കോട്ട് സ്കൂളിലായിരുന്നു. പിതാവിനെ കാണുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. എങ്കിലും അദ്ദേഹം മക്കളെയൊക്കെ സമയാസമയങ്ങളിൽ കാണും, പഠനത്തിൽ ശ്രദ്ധിക്കും. നവാസ് കുസൃതി ആയതുകൊണ്ട്, ഷാനവാസ് കുസൃതി ആയതുകൊണ്ട് പുള്ളിയെ നേരത്തെ പറഞ്ഞില്ലേ, പുള്ളിയെ മാത്രമേ അടിക്കുള്ളൂ. ഒരുപാട് അടി കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അത്ര അടി മേടിച്ചേ ശരിയാവുള്ളൂ. അതുപോലെ തന്നെ ആ കാലത്ത് നസീർ സാറിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ശിവാജി ഗണേശനായിരുന്നു. ഇവരെ കുടുംബം പോലെയാണ് അവർ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ശിവാജി ഗണേശന്റെ മകൻ പ്രഭുവും ഷാനവാസ് സുഹൃത്തുക്കളാണ്. അവർ മിക്കവാറും കളിക്കാനൊക്കെ പോകും. അതായത് ആ കാലത്തോടെ എന്തെല്ലാം കളിയാണ്, ക്രിക്കറ്റ് എങ്കിൽ ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ് എങ്കിൽ ടേബിൾ ടെന്നീസ്, ബില്ലിയാർഡ്സ് എങ്കിൽ ബില്ലിയാർഡ്സ്, അങ്ങനെ പോകും. അവർ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ സമയത്തിന് വീട്ടിൽ വരാത്തതിന്റെ പേരിലും പഠനത്തിൽ അല്പം ഉഴപ്പൊന്നുണ്ടോ തോന്നിയതിന്റെ പേരിലോ ആണ് നസീർ സാറ് മകനെ ശാസിക്കുന്നത്. നാല് മക്കളാണല്ലോ, ലൈല, റസിയ, റീത്ത. ലൈലയെ റസിയയുടെ ഇടയിലാണ് ഷാനവാസ്, ഏറ്റവും ഇളയത് റീത്ത. അവര് കോഴിക്കോടാണ്. ഈയിടെ അവരുടെ പുസ്തക പ്രകാശനത്തിൽ അവരുടെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്കിൽ. എല്ലാവരും ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ മക്കൾ എന്ന രീതിയിൽ ആർഭാടമായിട്ടൊന്നുമല്ല അവരുടെ ജീവിത രീതി, ലളിതമായിട്ടുള്ള ജീവിത രീതി. അതാണ് നസീർ സാർ പഠിപ്പിച്ചിട്ടുള്ളത്. മകന് ഇദ്ദേഹം സൂപ്പർ സ്റ്റാർ ആണെന്ന് കരുതി കുറെ പൈസ ഒന്നും വാരിക്കോരി ദുർവിനിയോഗം ചെയ്യാൻ പഠിച്ചിട്ടൊന്നുമില്ല. സാധാരണ രീതിയിലാണ് അദ്ദേഹത്തിന്റെ രീതി, അങ്ങനെയാണ്. എല്ലാവരോടും എളിമയായിട്ട് പെരുമാറുക. പിന്നെ ആദ്യകാലത്ത് അദ്ദേഹം പറയുമായിരുന്നു, നസീർ സാർ അഭിനയിക്കാൻ പോയ കാലത്ത് ചാൻസുകളൊക്കെ കുറവായിരുന്നു, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ TS മുത്തയ്യ എന്നൊരു നടനുണ്ട്, കൊച്ചിക്കാരൻ. അദ്ദേഹം നല്ല നാടകനാണ്. TS മുത്തയ്യ അന്ന് തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ മലയാളത്തിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. അപ്പോഴാണ് നസീർ സാറിന്റെ മദ്രാസിലേക്കുള്ള പ്രവേശനം. അന്ന് പുള്ളിക്കാരൻ ആദ്യം 2 സിനിമയിൽ അഭിനയിച്ചത് അബ്ദുൽ ഖാദർ എന്ന പേരിലാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ 2 പടം ഓടിയില്ല എന്ന് പറയുന്നത്. എപ്പോഴും ഈ പേര് മാറ്റാൻ എൺപെടുക്കനായ ആളാണല്ലോ തിക്കൃഷി സാറ്, തിക്കൃഷി സുകുമാരൻ നായർ സാർ. തിക്കൃഷി സാറ് അതിന് മനോഹരമായ പേരിട്ടു. നസീർ സാറിന്റെ ആ സൗന്ദര്യത്തിന് അനുയോജ്യമായ പേര് പ്രേം നസീർ. അദ്ദേഹത്തിന്റെ അനിയൻ അബ്ദുൽ വഹാബിന് പ്രേം നവാസ്. ഇങ്ങനെ നമ്മുടെ കുഞ്ചനില്ല, കുഞ്ചന് പേരിട്ടത്, കുഞ്ചന്റെ പേര് മോഹൻ എന്നാണ്, കുഞ്ചന് പേരിട്ടതും തിക്കൃഷി സാറാണ്. അങ്ങനെ ഒത്തിരി നല്ല നല്ല പേരുകളും കാര്യങ്ങളിട്ട് ഏതായാലും ഈ പ്രേം നസീർ എന്നുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ പിതാവ് ഒരിക്കലും ആയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കലാകാരനായിട്ട് പോലും തൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സിനിമയിലേക്ക് എത്തുമെന്നോ ഇത്ര ഖ്യാതി നേടുമെന്നോ ആ പിതാവ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാലത്ത് മലയാള സിനിമ അടക്കി വാണ ഒരു മകൻ പ്രേം നസീർ 735ഓളം സിനിമകളിലെ പുള്ളിക്കാരൻ അഭിനയിച്ചു എന്നുള്ളതാണ്. അതിൽ 70ഓളം നായികമാര്, 130ഓളം സിനിമകളിൽ ഒരേ നായിക ഷീല നായികയായിട്ട് അഭിനയിച്ചു. ഇതൊക്കെ ഗിന്നസ് റെക്കോർഡിൽ വരേണ്ടതാണ്. അദ്ദേഹത്തെ ഒരിക്കലും നാഷണൽ അവാർഡോ ഒരു വലിയ അവാർഡോ ഒന്നും കിട്ടിയില്ല. അതിനൊക്കെ അദ്ദേഹം പറയുന്നത്, ഞാൻ അതിനു വേണ്ടി തുനിഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ ഇരുട്ടിന്റെ ആത്മാവ് എന്നുള്ള സിനിമ എന്നോടത്ത് ഭാസ്കരൻ മാസ്റ്റർ MT എന്ന് പറഞ്ഞ പോലും ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്ന് അദ്ദേഹം അങ്ങോട്ട് ചോദിച്ചു. കാരണം ഈ കമേഴ്സ്യൽ സിനിമയ്ക്കൊക്കെ പ്രത്യേക ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ഇരുട്ടിന്റെ ആത്മാവ് ഞാൻ കണ്ടത് അഞ്ചൽ ജയമോഹനിലാണ്. അന്നത്തെ കാലത്ത് എല്ലാ സിനിമയും ഞാൻ കാണും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് നസീർ സാറിന്റെ 4 ഇടി, പിന്നെ നായികമായിട്ട് അതുപോലെ ചുറ്റിയോട്ടം, പ്രേമം, മണ്ടിപ്പണ്ണി എന്നുള്ള വിളി, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അല്ലാതെ ഈ ഇരുട്ടിന്റെ ആത്മാവ് പൊട്ടൻ വേലായുധൻ അവസാനം സാരത മുഖത്ത് വെക്കിട്ട് ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടവും ദേഷ്യം വന്നുപോയി. കാരണം നസീറിന്റെ മുഖത്ത് വെക്കിട്ട് ഇവരാരായി ഭ്രാന്തനെ പഠിക്കാൻ എന്നൊക്കെ. ഇതൊക്കെ നസീർ സാറിനോട് നേരിട്ട് പറയുമ്പോൾ സാധിച്ചിരിക്കും. അതിന് വ്യത്യസ്തമായ റോളല്ലേ ഒരു പൊട്ടനായിട്ട് വേറെ കഥാപാത്രം അടിമകളിൽ. അപ്പൊ ആ ഇരുട്ടിനാത്മാവിലെ ആ നടന്റെയും ഈ അടിമകളിലെ ആ പൊട്ടന്റെയും ആ 2 വ്യത്യസ്തമായ അഭിനയ രീതി നമ്മൾ വിലയിരുത്തണം. ഇതുപോലൊക്കെയാണോ ഇവിടെ പറയാൻ പറ്റും? അല്ലെങ്കിൽ എന്തിന് പടയോട്ടത്തിനകത്ത് ആ ശബ്ദത്തിനോടൊക്കെയുള്ള പ്രത്യേകത. എത്ര സിനിമകളാണ് അദ്ദേഹം അത് വ്യത്യസ്തമായ രീതിയിൽ. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന വെച്ചാല്, എൻ്റെ രൂപം രീതി അനുസരിച്ചിട്ട് ഞാൻ ഏതുതരം കഥാപാത്രങ്ങൾ ചെയ്താലാണ് ജനങ്ങൾക്ക് ഇഷ്ടമാവുക, അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ഖ്യാതിയോ എനിക്ക് പണം കിട്ടുന്നവരല്ല. ഈ പടം നിർമ്മിക്കുന്ന ആൾക്കാർ സേഫ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലല്ലേ പടം മലയാള സിനിമ നിൽക്കുള്ളൂ. ഇതൊക്കെ ദീർഘവീക്ഷണത്തോടെ കണ്ട ആളാണ്. ഏതൊരു നടനും ഇഷ്ടമുള്ളതാണ് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴൊക്കെയാണെങ്കിൽ നമ്മൾ നല്ല ബ്രഹ്മയുഗം മമ്മൂട്ടി വ്യത്യസ്തമായ റോൾ ചെയ്തു, അവർ ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ തലമുറ അതിലേക്ക് വളർന്നു കഴിഞ്ഞു.
ഞങ്ങളുടെയൊക്കെ തലമുറ അങ്ങനെ ആയിരുന്നില്ല. സത്യൻ, നസീർ, മധു എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ച് ഗ്ലാമറും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൽ വ്യത്യസ്തമായ റോള് ചെയ്തതാണ് നമ്മുടെ സത്യൻ മാഷും മത്സരമൊക്കെ. അവരതിലേക്ക് മാറി. പക്ഷെ നസീർ സാർ അതല്ല. നസീർ സാർ മനഃപൂർവ്വം ഇങ്ങനെ ആയി തീർന്നതാണ്, അതേ ആക്കി എടുത്തതാണ്. അതിൻ്റെ ഗുണങ്ങൾ പിൽക്കാലത്ത് ഉള്ളക്കൊണ്ടായി. മാത്രമല്ല, ഇപ്പോഴത്തെ ചിറയൻകീഴിനെ പറ്റി പറയുകയാണെങ്കിൽ ചിറയൻകീഴുള്ള ഓരോ വ്യക്തികൾക്കും അദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൾക്ക് കൊടുത്ത വീടാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ഇടയ്ക്ക് അത് ഡിസ്പോസ് ചെയ്യാൻ പോകുന്നതിൻ്റെ നാട്ടിൽ വെറുതെ ഒരു ശ്രുതി പറഞ്ഞു ഇല്ല. അവിടെ അദ്ദേഹം പണിയിച്ച, ഒരുപക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലൂടെ ഈ വീട് കാണാൻ പല ആളും നടന്നു നോക്കിയിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ വീട് അതായത്. അതിന് മുമ്പിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൽ പ്രേം നസീറിന്റെ ബോർഡ്, ഒരു പേര് വെച്ചിട്ട്, നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ വീട് നല്ല രീതിയിൽ പെയിന്റ് അടിച്ചിട്ട് ഒരു നാരായണൻ നായരെന്നോ ഞങ്ങൾ അണ്ണനാണ് വിളിക്കുന്നത്, പൊടിയണ്ണൻ എന്നിങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ അണ്ണനാണ് അവിടെ നോക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ പേരും അവിടെ കൂന്തോട് ഒരു സ്കൂള് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പണം ചെലവാക്കി. പിന്നെ കൂന്തോട് അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കൂന്തോട് എന്നാ പറയുക, അവിടെ ഗ്രന്ഥശാലയ്ക്ക് പണം നൽകി. കാട്ടുമുറാക്കൽ പള്ളി, ആ പള്ളിക്ക് പ്രധാന കവാടം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഹബീബ പ്രേം നസീർ പണി കൊടുത്തു. സാർക്കര ദേവീക്ഷേത്രത്തിന് ആനയെ നടക്കി വെച്ച കാര്യം കഴിഞ്ഞ വർഷം പറഞ്ഞു. അന്നൊക്കെ സത്യം പറയാൻ എന്തെല്ലാം ആൾക്കാർ എന്തെല്ലാം പറയാം, ഇന്നാണെങ്കിൽ പറയും, അന്ന് പറയില്ല. കാരണം അദ്ദേഹം പറയുക വെച്ചാല് ഞാനും എൻ്റെ അനിയൻ നവാസാറും GK പിള്ളയും ഒക്കെ ഈ ദേവിയുടെ അമ്പലത്തിന്റെ മുറ്റത്താണ് ഈ പറമ്പ്. ഇവിടെ വല്ല അത് വിശാലമായ പറമ്പാണ് കേട്ടോ, ഇപ്പോഴും അങ്ങനെയുണ്ട്. അവിടെ ജാതി മത ഉച്ചാരണമൊന്നുമില്ല, എല്ലാവർക്കും പ്രവേശിക്കാം. അങ്ങനത്തെ ആ മതമൈത്രിയുള്ള സ്ഥലം തന്നെയാണ് ചിറയൻകീഴ്. ഒരു പക്ഷേ ആ ചിറയൻകീഴിൽ ജനിച്ചുകൊണ്ടാവാം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു മഹാമനസ്കത ഉണ്ടായത്. പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് പലരും ഉപദേശിക്കും, ആദ്യമൊക്കെ വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യണം, ജീവിതം എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല, സ്ട്രഗിൾ ചെയ്ത് വരണം, നമ്മൾ ആരടുത്തും മുൻകൂറും പാടില്ല, ക്ഷമാശീലം നല്ലതാണ് എന്നൊക്കെ പുള്ളി പറയുമായിരുന്നു. അതൊക്കെ നമുക്ക് ഒരു പാഠമാണ്. അദ്ദേഹത്തോടൊപ്പം അനവധി പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നിങ്ങൾ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അദ്ദേഹത്തിന് അനുസ്മരണ ദിനം അടുത്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വീണ്ടും ഈ പ്രാവശ്യം ഇത് തന്നെ പറയുന്നത്. പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ ഇതൊരു പുതിയ സംഭവം കൂടെ പറയുന്നത് കേട്ടോ, ഹൈപ്പ് ചെയ്യണം എന്നുള്ളത് അതുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അനവധിയുണ്ട്. അത് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. കാരണം അത് ടിനി ടോമിനോട് അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിനാണ് പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ടിനി ടോമിനോട് സഹതാപം തോന്നുന്നു. ടിനി ടോം നല്ലൊരു മനുഷ്യനാണ്. ടിനി ടോം എന്ന് മാത്രമല്ല, മറ്റുള്ളവരോട് ഞാൻ പറയുകയാണ്, മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ വന്നിട്ട് പറയുന്നത്, നമുക്ക് ശരിക്ക് അനുഭവം ഉണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പറയാൻ പോകുന്നത്, വെറുതെ പുഷ്പരുണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ടിനി ടോമിന് എന്താന്ന് കിളി പോയി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. കിളി പോയില്ല. അദ്ദേഹം ഇപ്പം അമ്മയുടെ മീറ്റിങ്ങിൽ പുള്ളി വൈസ് പ്രസിഡന്റായിട്ടോ ജോയിന്റ് സെക്രട്ടറി ആയിട്ടോ ഒക്കെ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ 6 പേരെ മറ്റാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അമ്മയിൽ അമ്മച്ച അഭിനയിക്കുന്ന ആൾക്കാരുടെ ഇതാണ്, ഞങ്ങളുടെ ഫെഫ്റ്റയാണ്. അതിൽ ജഗദീഷ് മത്സരിക്കുന്നുണ്ട്, ശ്വേത മേനോൻ, ടിനി ടോം, പിന്നെ പഴയ ദേവൻ, ഇങ്ങനെ കുറെ പേരൊക്കെ മത്സരിക്കുന്നുണ്ട്. അതിൽ എല്ലാവരും സീനിയർ മോസ്റ്റ് എന്ന് പറയുന്നത് ജഗദീഷാണ്, പിന്നെ ദേവനാണ്. ഇവരൊക്കെയാണ് സീനിയർ മോസ്റ്റ് ആൾക്കാർ. മാത്രമല്ല നമ്മുടെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാർ വരട്ടെ, ചെറുപ്പക്കാർ വരുമ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആകുമല്ലോ, വരട്ടെ. അങ്ങനെയല്ല, കർമ്മശേഷിയുള്ള കർമ്മനിരതരായ ആൾക്കാർ വരുമ്പോൾ മാത്രമേ ഒരു സംഘടന പൊട്ടിപ്പാർക്കുള്ളൂ. ഞങ്ങളുടെ സംഘടന ഏതായാലും സേഫാണ്. ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാം, ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ മിടുക്കന്മാരാണ്. ആദ്യകാലത്ത് ഞാൻ 4 പ്രാവശ്യം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അത് ഇപ്പോൾ എന്തോ വളർന്നു വലുതായി നല്ല രീതിയിൽ ഞങ്ങൾ യൂണിയൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതായാലും നസീർ സാറിനെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ ഇനിയും വാചാലമായി സംസാരിക്കാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.